ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതൂസ് ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. പാനിപ്പൂരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആണല്ലേ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനിപ്പൂരിക്കുള്ള മാവ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഈ റവ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം നേരം പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം തന്നെ അധികം വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല. നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് വേണം ഈ മാവും കുഴച്ചെടുക്കാനായിട്ട്. റവ ആയതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പൊ ദാ നമ്മുടെ മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുന്നത് വരെ തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ മാവിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുഴിഞ്ഞു പോകുന്ന ഈ ഒരു പരുവമാകുന്നത് വരെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോഴാണ് നമ്മുടെ പൂരിയൊക്കെ നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ ഇത് ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമുക്ക് നനഞ്ഞ തുണി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ്ങും പാനിയും റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തില് വാളൻപുളി എടുത്തിട്ടുണ്ട്. ആ വാളൻപുളി 2.5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. പിന്നെ ഞാൻ 1/2 കപ്പ് ശർക്കര പാനിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 12 ഈന്തപ്പഴമാണ് കേട്ടോ. അപ്പൊ അതും കൂടി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ചട്നി റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം സോഫ്റ്റ് ഉള്ള ഒരു ഈന്തപ്പഴമാണ്. കട്ടിയുള്ള ഈന്തപ്പഴമാണെങ്കിൽ കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചട്നിയാണ്. എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ലൊരു സ്പെഷ്യൽ ചട്നിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ സോഫ്റ്റായി നല്ല കുറുകി വരുന്നത് വരെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നല്ലതായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത് ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്പൈസി ആയിട്ടുള്ള ടീക്ക പാനി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവില് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടും ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മല്ലിയിലയും പുതിനയിലയൊക്കെ നല്ലതായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഈ അരിച്ചെടുത്ത പാനിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, വളരെ കുറച്ച് ബ്ലാക്ക് സോൾട്ട്, അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വാളൻപുളി പിഴിഞ്ഞെടുത്ത പുളിവെള്ളമാണ്. അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പൊ ഒരു കുറച്ച് കടുപ്പം കൂടുതലാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം.
ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പൊ എനിക്ക് എരിവും പുളിയും എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഒരു ടീക്ക പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നി അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പൊ ഇതാ നമ്മുടെ ചട്നി നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചട്നിയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ ചട്നി അരച്ചു വെച്ചിരിക്കുന്ന ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇത് നല്ലതായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിയിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കടുപ്പം കൂടുതലാണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിയും മധുരമൊക്കെ ഉള്ള നല്ല കട്ടമിട്ട പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തതാണ്. അപ്പൊ അതിൽ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില, ഒരു പിടി മല്ലിയില കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കടല ഞാൻ തലേ ദിവസം കുതിർത്തി എടുത്തിട്ടുള്ള കടല ഇത് വേവിച്ചെടുത്തതാണ്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി അത് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എരിവും ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. എനിക്ക് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവ് ഒന്ന് പരത്തിയെടുക്കാനായിട്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ചപ്പാത്തി പലകയുടെ മുകളിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു റോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് ഒരു 3 ഭാഗമാക്കി മാറ്റിയിട്ട് ബാക്കി 2 ഭാഗവും നമുക്ക് നേരത്തെ ആക്കി വെച്ച പാത്രത്തിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മാവ് നല്ല ഡ്രൈ ആവാതെ തന്നെ കിട്ടും. ഇനി ബാക്കിയുള്ള ഈ ഒരു മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് എണ്ണ തടവി കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് പൊടിയൊന്നും ചേർക്കാതെയാണ് ഈ മാവ് പരത്തിയെടുക്കുന്നത്. അപ്പൊ നല്ല നൈസായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിന്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം ചെറിയൊരു പാനിപ്പൂരിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് അടർത്തിയെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ പൂരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ പൊങ്ങി വരാനായിട്ട് ഇതുപോലെ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ പൊങ്ങി വരുന്നില്ലെങ്കിൽ അത് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരെണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം പൊങ്ങി വരുന്നില്ലെങ്കിൽ അടുത്തത് നല്ലതുപോലെ തന്നെ ഒന്ന് നൈസായിട്ട് പരത്തി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നോളും. ഇതപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആദ്യത്തെ പൂരി നല്ല ക്രിസ്പി ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു കളർ ആവുന്നത് വരെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള പൂരികളും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മുടെ എല്ലാ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പൂരി നല്ലതുപോലെ തന്നെ പൊങ്ങി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബൂന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാനിയിലോട്ട് ഈ ബൂന്തി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മിക്സറിലൊക്കെ ഉണ്ടാക്കുന്ന ആ എരിവുള്ള ബൂന്തിയാണ്. അപ്പോൾ അത് നമുക്ക് ഈ പാനിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ പൂരി ഉണ്ടാക്കുന്നത് വരെ പാനിയും പൊട്ടാറ്റോ മിക്സും നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിതാ അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൂരി എടുത്തിട്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിക്കിട്ടും. അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമുക്ക് ആ പൊട്ടാറ്റോ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴവും പുളിയും ചേർത്തിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ചട്നി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഈ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു പാനിയിലോട്ട് മുക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു പൂരി എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ സെന്റർ ഭാഗം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ചട്നി ചേർത്ത് കൊടുക്കാം. ഈ ചട്നി നല്ല സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാത്തിലും ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാനിയിലും മുക്കിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ പൂരിയും ഇതുപോലെ തന്നെ പൊട്ടിച്ചെടുത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് പൊട്ടാറ്റോ മിക്സും നമ്മുടെ ചട്നിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാനിപ്പൂരിയേക്കാൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാനിപ്പൂരി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.